ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചാപ്റ്റർ 5 രാസഗതികം കെമിക്കൽ കൈനറ്റിക്സിലെ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ രാസപ്രവർത്തന വേഗമാണ് പഠിക്കുന്നത്. അപ്പം ഇവിടെ കണ്ട കുറേ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ചില കെമിക്കൽ പ്രോസസ്സ് രാസപ്രക്രിയകളാണ് ഇവിടെ ഓരോ പിക്ചറിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ ഒരു സ്ഫോടനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത് റെസ്റ്റിംഗ് ഓഫ് അയൺ തുരുമ്പിക്കുന്നത്. മൂന്നാമത്തെ റോക്കിനുണ്ടാകുന്ന ചേഞ്ചസ്, കാലാവസ്ഥ വ്യതിയാനം കൊണ്ട്, കെമിക്കൽ വെതറിങ് കൊണ്ട് പാറയ്ക്കുണ്ടാകുന്ന മാറ്റമാണ് ഈ കാണിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ നമ്മുടെ ഡെൻ്റൽ ക്യാവിറ്റി ഫില്ല് ചെയ്യുന്ന പല്ലിൻ്റെ പോടടയ്ക്കുന്ന പ്രക്രിയ, അതാണ് ഈ നാലാമത്തെ പ്രക്രിയ. അപ്പോൾ ഈ ഓരോ കെമിക്കൽ പ്രോസസ്സും പ്രക്രിയകളും ഒരേ വേഗത്തിലാണ് നടക്കുന്നത്? അല്ല, ഓരോ പ്രക്രിയകളും പല വേഗത്തിൽ പല റേറ്റിലാണ് നടക്കുന്നത്. പല്ലിൻ്റെ പോടടയ്ക്കുമ്പോൾ ഒരു രാസമിശ്രിതം കെമിക്കൽ മിക്സർ യൂസ് ചെയ്താണ് അതിൻ്റെ ഡെൻ്റൽ ക്യാവിറ്റി ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുകയാണെങ്കിൽ എത്ര സമയകരമായിരിക്കും, നമ്മൾ പതുക്കെ ആയിരിക്കും കഴിക്കുന്നത് അല്ലേ? എന്നാൽ എപ്പോഴെങ്കിലും അതെന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അതുപോലെ അയൺ തുരുമ്പിക്കുന്ന രാസപ്രവർത്തനം, റെസ്റ്റിംഗ് ഓഫ് അയൺ പെട്ടെന്ന് നടക്കുവാണെങ്കിൽ എന്തൊക്കെ ഹാർഫുൾ ഇഫക്ട്സ്, രാസപ്രവർത്തനം വളരെ വേഗത്തിലായാൽ അതിനുള്ള ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയായിരിക്കും? ഘടനാപരമായ സ്ട്രക്ചറൽ ഡാമേജ് ഉണ്ടാവും അല്ലേ? പെട്ടെന്ന് തുരുമ്പ് പിടിക്കുമ്പോഴത്തേക്ക് അയൺ സ്ട്രക്ചറിൻ്റെ ഘടനകൾ ദുർബലമാകുകയും സുരക്ഷിതമല്ലാതാകുകയും നശിച്ചു പോകാൻ കാരണമാകും അതിൻ്റെ സ്ട്രക്ചറല്ലേ. അതുപോലെ തന്നെ എക്കോണമിക് ലോസ്, സാമ്പത്തിക നഷ്ടം നമുക്കുണ്ടാവും. പെട്ടെന്ന് റിപ്ലേസ് ചെയ്യുക, റിപ്പയർ ചെയ്യുക, അങ്ങനെ നമുക്ക് ഒത്തിരി പൈസ അതിന് അറ്റകുറ്റപ്പണികൾ നടത്താനായിട്ട് പൈസ ഒത്തിരി ചിലവാക്കേണ്ടി വരും പെട്ടെന്ന് തുരുമ്പിക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ എൻവോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട്, പരിസ്ഥിതിയെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഇരുമ്പ് കണങ്ങളിൽ ഈ അയണിൽ ഇരിക്കുമ്പോഴേ അപ്പോൾ പരിസ്ഥിതിയിലേക്ക് റിലീസായി പോകുന്നുണ്ട്. അത് ആർക്കൊക്കെ ഹാംഫുള്ളാണ്? പ്ലാന്റ്സിനും ആനിമൽസിനും ഒക്കെ അത് ദോഷകരമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു നമ്മളെന്തൊരു സ്ട്രക്ചർ നല്ല രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് പെട്ടെന്ന് ഡാമേജ് ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കുമ്പോഴത്തേക്ക് സൗന്ദര്യപരമായ ഒരു നാശം അതിനുണ്ടാവില്ലേ? ആ ഒരു ആകർഷണം അതിന് പിന്നെ ഉണ്ടാവും ഇല്ല. അപ്പോൾ അത്രയൊക്കെ ഹാംഫുൾ ഇഫക്ട്സ് ആണ് പെട്ടെന്ന് അയൺ തുരുമ്പിക്കുന്നതിലൂടെ ഉണ്ടാവുന്നത്. ആഹാര സാധനങ്ങൾ കേടുവരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്? വാട്ട് മെഷേഴ്സ് ഡു വി ടേക്ക് ടു പ്രിവെൻറ്റ് സ്പോയിലേജ് ഓഫ് ഫുഡ്? പ്രിസർവ് യൂസിങ് സാൾട്ട്, ഉപ്പിലിട്ട് വെക്കും അല്ലേ? രണ്ടാമതായിട്ട് യൂസ് ഓഫ് പ്രിസർവേറ്റീവ്സ്, നമ്മൾ പ്രിസർവേറ്റീവുകൾ ഉപയോഗിക്കും നശിച്ചു പോകാതിരിക്കാൻ. അതുപോലെ തന്നെ ഫീസറി, നമ്മൾ ഫ്രിഡ്ജിൽ തണുപ്പിച്ച് സൂക്ഷിക്കും. അതുപോലെ തന്നെ നമ്മൾ നല്ലതായിട്ട് സീൽ ആൻഡ് പാക്ക് ചെയ്ത് വെക്കും അല്ലേ? കാറ്റൊന്നും കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നല്ലപോലെ സീൽ ചെയ്ത് പാക്ക് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ നമ്മൾ നല്ലപോലെ ശുചിത്വം പാലിക്കും. നല്ല രീതിയിൽ അവയെ വായുവൊന്നും കയറാതെ നല്ലപോലെ നമ്മൾ ക്ലെൻലിനെസ് നമ്മൾ പാലിക്കും അല്ലേ? അപ്പോൾ ഈ എല്ലാ കെമിക്കൽ റിയാക്ഷൻസും, ഈ എല്ലാ രാസപ്രവർത്തനങ്ങളും ഒരേ സ്പീഡിൽ ഒരേ വേഗത്തിലല്ല നടക്കുന്നത്. ദെയർ ആർ സെവറൽ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദി സ്പീഡ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. അവയിൽ ചിലതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ആദ്യത്തെ ഫാക്ടർ ഘടകം നേച്ചർ ഓഫ് റിയാക്റ്റൻസ്, അഭികാര്യങ്ങളുടെ സ്വഭാവം എങ്ങനെ രാസപ്രവർത്തനത്തിൻ്റെ വേഗത്തെ, റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. ഒരു എക്സ്പെരിമെൻ്റ് നമുക്ക് ചെയ്യാം. 3 ടെസ്റ്റ് ട്യൂബ് എടുക്കാം. 3 ടെസ്റ്റ് ട്യൂബിലും ഈക്വൽ വോളിയത്തിൽ തുല്യ വ്യാപ്തമുള്ള നേർപ്പിച്ച ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക. ഇതിലേക്ക് ഒരേ വലുപ്പമുള്ള കോപ്പർ, സിങ്ക്, മഗ്നീഷ്യം കഷ്ണങ്ങൾ സെയിം സൈസിലുള്ള പീസസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്താണ് അവിടെ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മഗ്നീഷ്യം ഇട്ട് കൊടുത്ത ടെസ്റ്റ് ട്യൂബിൽ പെട്ടെന്നായിരിക്കും അവിടെ റിയാക്ഷൻ നടക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട്. അങ്ങനെ ഹൈഡ്രജൻ ഗ്യാസും മഗ്നീഷ്യം ക്ലോറൈഡും അവിടെ ഉണ്ടാകുകയും ചെയ്തു. ഇനി സിങ്ക് ഇട്ട് കൊടുത്ത ടെസ്റ്റ് ട്യൂബിൽ നടക്കുന്ന റിയാക്ഷന് കുറച്ചുകൂടെ പതുക്കെ ആയിരിക്കും. മഗ്നീഷ്യത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഹൈഡ്രജൻ ഗ്യാസും സിങ്ക് ക്ലോറൈഡും ഫോം ചെയ്യുന്നുമുണ്ട്. പക്ഷേ മഗ്നീഷ്യത്തെ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ പ്രവർത്തനം കുറച്ച് സ്ലോ ആയിരിക്കും, മന്ദഗതിയിലായിരിക്കും. അതുപോലെ തന്നെ ഇനി കോപ്പർ ഇട്ട് കൊടുത്തത്, ചെമ്പിട്ട് കൊടുത്ത ടെസ്റ്റ് ട്യൂബിൽ നോക്കുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് അത് നോർമൽ കണ്ടീഷനിലൊന്നും റിയാക്റ്റ് ചെയ്യത്തില്ല. കാരണം കോപ്പർ എന്ന് പറയുന്നത് ഒരു ലെസ് റിയാക്റ്റീവായിട്ടുള്ള ഒരു മെറ്റലാണ്. അതിൻ്റെ പ്രതികരണശേഷി കുറവാണ്. അതുകൊണ്ട് ആസിഡിൽ നിന്ന് ഹൈഡ്രജനെ മാറ്റി വെക്കാൻ, ഡിസ്പ്ലേസ് ചെയ്യാൻ ആർക്ക് കഴിയില്ല? കോപ്പറിന് കഴിയില്ല.
അപ്പോൾ ഏത് ടെസ്റ്റ് ട്യൂബിലാണ് ഹയസ്റ്റ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, ഏത് ടെസ്റ്റ് ട്യൂബിലാണ് രാസപ്രവർത്തനം വേഗം കൂടുതലുള്ളത്? മഗ്നീഷ്യം ഇട്ട ടെസ്റ്റ് ട്യൂബിലാണ് നമുക്ക് പെട്ടെന്ന് റിയാക്ഷൻ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ വ്യാപ്തവും ലോഹങ്ങളുടെ വലുപ്പവും തുല്യമായിരുന്നു. നമ്മളിവിടെ എടുത്ത ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ വോളിയവും എടുത്ത മെറ്റലുകളുടെ സൈസും സെയിം ആയിരുന്നു, ഈക്വൽ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണ്? ഇവിടുത്തെ രാസപ്രവർത്തന വേഗം നമ്മൾ ഉപയോഗിച്ച ലോഹങ്ങളുടെ സ്വഭാവവുമായിട്ടായിരുന്നു ബന്ധപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ഓരോ ലോഹത്തിനും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ വ്യത്യസ്തമായിട്ട് രീതിയിലാണ് അവിടെ പ്രവർത്തനം നടന്നത്. മഗ്നീഷ്യത്തിനായിരുന്നു പ്രവർത്തനം കൂടുതൽ, ഹയസ്റ്റ് റേറ്റിൽ രാസപ്രവർത്തനം നടന്നത്. സിങ്കിന് അതിലും കുറവായിരുന്നു. കോപ്പർ വെച്ച് അപേക്ഷിക്കുമ്പോൾ കോപ്പറിന് എന്താണ്, തീരെ അവിടെ പ്രവർത്തനം അത് നടത്തിയില്ല. അപ്പോൾ അഭികാര്യങ്ങളുടെ സ്വഭാവം, നേച്ചർ ഓഫ് റിയാക്റ്റൻസും സ്പീഡ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടറാണ്, ഒരു ഘടകമാണ്. താഴത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഡസ് മഗ്നീഷ്യം റിയാക്ട് വെരി സ്ലോലി വിത്ത് വാട്ടർ വൈൽ സോഡിയം റിയാക്ട് വിഗ്രസ്ലി വിത്ത് വാട്ടർ അറ്റ് റൂം ടെമ്പറേച്ചർ? സോഡിയം സാധാരണ താപനിലയിൽ ജലവുമായി തീവ്രമായി പ്രവർത്തിക്കുമ്പോൾ മഗ്നീഷ്യം വളരെ സാവധാനത്തിലാണ് ജലവുമായി പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ട്? നമ്മുടെ മഗ്നീഷ്യം വെള്ളവുമായി വളരെ മന്ദഗതിയിലാണ്, വളരെ പതുക്കെയാണ് പ്രതികരിക്കുന്നത്. എന്നാൽ സോഡിയം വെള്ളവുമായി നല്ല താപനിലയിൽ നല്ല ശക്തമായിട്ട് റിയാക്ഷൻ നടക്കും. സോഡിയം ഒരു ആൽക്കലി ലോഹമാണ്. അതിനാൽ അതിൻ്റെ ബാഹ്യ ഷെല്ലിൽ എത്ര ഇലക്ട്രോണേ ഉള്ളൂ? ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു പോസിറ്റീവ് അയോണായി രൂപപ്പെടാൻ എന്താണ്, എളുപ്പമാണ്. നഷ്ടപ്പെടുത്തി പോസിറ്റീവ് അയോണായി മാറാൻ അതിന് എളുപ്പമാണ്. ഇത് സോഡിയം എന്ന് പറയുന്നത് എന്താണ്, ഹൈലി റിയാക്റ്റീവ് ആണ്. അപ്പോൾ അത് പെട്ടെന്ന് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും ഹൈഡ്രജൻ വാതകവും രൂപപ്പെടും. മഗ്നീഷ്യം എന്ന് പറയുന്ന ഒരു ആൽക്കലി എർത്ത് ലോഹമാണ്. മഗ്നീഷ്യം എന്ന് പറയുന്ന ഒരു ആൽക്കലൈൻ എർത്ത് ലോഹമാണ്. അതിൻ്റെ ബാഹ്യശൈലി 2 ഇലക്ട്രോണാണ്. ഈ 2 ഇലക്ട്രോണുകളെ നഷ്ടപ്പെടാൻ കൂടുതൽ ഊർജ്ജം ആവശ്യമാണ്, അല്ലേ? കൂടുതൽ എനർജി ആവശ്യമാണ്. അപ്പോൾ വെള്ളവുമായി വളരെ മന്ദഗതിയിലാണ് അല്ലെങ്കിൽ വളരെ പതുക്കെയാണ് മഗ്നീഷ്യം പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സോഡിയത്തെക്കാളും വളരെ പതുക്കെയാണ് മഗ്നീഷ്യം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഫാക്ടർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്, അഭികാര്യങ്ങളുടെ ഗാഢത. അപ്പോൾ 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുക. 2 ടെസ്റ്റ് ട്യൂബിലേക്കും ഈക്വൽ വോളിയത്തിലുള്ള തുല്യവ്യാപ്തിയുള്ള ഗാഢതയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക. ഒരെണ്ണത്തിലേക്ക് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക. അപ്പോൾ ഇതിൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം, യൂണിറ്റ് വ്യാപ്തത്തിലെ തന്മാത്രകളുടെ എണ്ണമാണ് ഗാഢത, കോൺസെൻട്രേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് ടെസ്റ്റ് ട്യൂബിലായിരിക്കും മോർ നമ്പർ ഓഫ് HCl മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം? ഏത് ടെസ്റ്റ് ട്യൂബിലാണ് യൂണിറ്റ് വ്യാപ്തത്തിൽ HCl തന്മാത്രയുടെ എണ്ണം കൂടുതൽ? ഏത് ടെസ്റ്റ് ട്യൂബിലായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് ടെസ്റ്റ് ട്യൂബിലായിരിക്കും? കോൺസെൻട്രേറ്റഡ് HCl ഉള്ള ടെസ്റ്റ് ട്യൂബിലായിരിക്കും HCl മോളിക്യൂൾസ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഗാഢതയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത ടെസ്റ്റ് ട്യൂബിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ HCl മോളിക്യൂൾസ് കാണാൻ സാധിക്കുന്നത്. ഇനി ഈ ബോത്ത് ടെസ്റ്റ് ട്യൂബിലേക്ക്, ഈ 2 ടെസ്റ്റ് ട്യൂബിലേക്കും ഓരോ പീസ് ഈക്വൽ മാസിലുള്ള, ഒരേ മാസിലുള്ള മഗ്നീഷ്യം റിബൺസ് ഇടുക. അവിടെ നടക്കുന്ന പ്രവർത്തനം എന്താണെന്ന് രേഖപ്പെടുത്താൻ. ടെസ്റ്റ് ട്യൂബ് 1 കോൺസെൻട്രേറ്റഡ് HCl എടുത്ത അല്ലെങ്കിൽ ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത ടെസ്റ്റ് ട്യൂബ് നോക്കുമ്പോഴത്തേക്ക് അവിടെ മഗ്നീഷ്യം റിബൺ ഇടുമ്പോഴത്തേക്ക് റിയാക്ഷൻ പെട്ടെന്നാണ് നടക്കുന്നത്, അതിവേഗത്തിലാണ്, വിഗറസ്ലിയാണ് അവിടെ റിയാക്ഷൻ നടക്കുന്നത്. അങ്ങനെ ഒത്തിരി ബബിൾസ് ഫോം ചെയ്യും. അങ്ങനെ അവിടെ ഹൈഡ്രജൻ ഗ്യാസിനെ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യും. മഗ്നീഷ്യം റിബൺ അവിടെ ഡിസോൾവ് ആയി പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ അവിടെ മഗ്നീഷ്യം റിബൺ ഡിസോൾവ് ആവും. ഇനി ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത ടെസ്റ്റ് ട്യൂബ് നോക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ബബിൾസ് വരുന്നത് എന്താ, വളരെ പതുക്കെയാണ് ബബിൾസ് ഫോം ചെയ്യുന്നത്, അല്ലേ? കോൺസെൻട്രേറ്റഡ് ആസിഡ് എടുത്ത ടെസ്റ്റ് ട്യൂബിനേക്കാളും അവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, വളരെ പതുക്കെയാണ്. അങ്ങനെ ബബിൾസ് ഫോം ചെയ്യുമെങ്കിലും അത് പതുക്കെ, സ്ലോവർ റേറ്റിലാണ് അവിടെ ബബിൾസ് ഫോം ചെയ്യുന്നത്. അങ്ങനെ മഗ്നീഷ്യം റിബൺ അവിടെ പതുക്കെ അവിടെ ഡിസോൾവ് ആകത്തുള്ളൂ. അപ്പോൾ ഏത് ടെസ്റ്റ് ട്യൂബിലാണ് ഹയസ്റ്റ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ കാണിക്കുന്നത്, രാസപ്രവർത്തന വേഗം ഏത് ടെസ്റ്റ് ട്യൂബിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? കോൺസെൻട്രേറ്റഡ് HCl എടുത്ത ടെസ്റ്റ് ട്യൂബിലാണ് ഹയസ്റ്റ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തന വേഗം കാണാൻ സാധിച്ചത്. കോൺസെൻട്രേറ്റഡ് HCl ഗാഢതയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത ടെസ്റ്റ് ട്യൂബിലാണ് റിയാക്ഷൻ റേറ്റ്, രാസപ്രവർത്തന വേഗം
കൂടുതലായിട്ട് കാണപ്പെട്ടത്. കാരണം അവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണം യൂണിറ്റ് വ്യാപ്തത്തിൽ പെർ യൂണിറ്റ് വോളിയത്തിൽ കൂടുതലാണ്. അതിനാലാണ് അവിടെ റിയാക്ഷൻ പെട്ടെന്ന് നടക്കാൻ കാരണമായത്. അപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് വർദ്ധിക്കും തോറും, അഭികാര്യങ്ങളുടെ ഗാഢത വർദ്ധിക്കും തോറും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് വോളിയം, യൂണിറ്റ് വ്യാപ്തിയിലുള്ള തന്മാത്രകളുടെ എണ്ണവും കൂടും. അങ്ങനെ അവിടെ ഇഫക്റ്റീവ് കൊളിഷൻ, കൂട്ടിമുട്ടലുകൾ കൂടുതലാവുകയും അത് കാരണമായി അവിടുത്തെ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ്, രാസപ്രവർത്തന വേഗവും കൂടുതലാകുന്നു, വർദ്ധിക്കുന്നു. മനസ്സിലായോ? ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ: ഇഫ് എ സ്റ്റീൽ wool is heated in air, it will become red hot and get oxidized slowly. But if the heated steel wool is exposed to an oxygen-rich environment, it will burn strongly and produce products at a faster rate. What is the reason for this? സ്റ്റീൽ കമ്പിച്ചുരുൾ വായുവിൽ ചൂടാക്കിയാൽ അത് ചുട്ടുപഴുത്ത് ചുവന്ന നിറമായി മാറുകയും സാവധാനം ഓക്സീകരിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ ചുട്ടുപഴുത്ത കമ്പി ചുരുൾ ഓക്സിജൻ സമൃദ്ധമായ അന്തരീക്ഷ സാഹചര്യത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് ശക്തമായി കത്തുകയും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. എന്താണ് ഇതിന് കാരണം? അതാണ് ഈ ചിത്രം എയും ബിയും നമുക്ക് കാണിച്ചേക്കുന്നത്. അപ്പോൾ സ്റ്റീൽ വൂള് വായുവിൽ ചൂടാക്കുമ്പോൾ വായുവിലുള്ള ഓക്സിജനുമായിട്ടാണ് പ്രവർത്തിച്ച്, അപ്പോൾ റിയാക്ഷൻ എന്തായിരിക്കും? പ്രവർത്തനം മന്ദഗതിയിലായിരിക്കും, സ്ലോയിലായിരിക്കും. അങ്ങനെ ഓക്സിഡേഷൻ സംഭവിക്കുന്നു. അങ്ങനെ ഇത് ചുമന്ന് ചൂടാകുന്നു. എന്നാൽ ഓക്സിജൻ സമൃദ്ധിയായ അന്തരീക്ഷത്തിൽ വെളിപ്പെടുത്തുമ്പോൾ ഓക്സിജൻ്റെ ലഭ്യത എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്സിജൻ്റെ അവൈലബിലിറ്റി അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ ഓക്സിഡേഷൻ പ്രോസസ്സ് എന്തായിരിക്കും? ഓക്സിഡേഷൻ പ്രക്രിയ വേഗത്തിലാക്കുന്നു. അങ്ങനെ സ്റ്റീൽ വ്യൂള് കൂടുതലായി ശക്തമായി അവിടെ കത്തുകയും ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ ഉൽപ്പാദിക്കപ്പെടുകയും പ്രൊഡക്ട്സ് പെട്ടെന്ന് അവിടെ ഫോം ചെയ്യുകയും ചെയ്യുന്നു. 3. സർഫസ് ഏരിയ ഓഫ് റിയാക്റ്റൻസ്, അഭികാര്യങ്ങളുടെ പ്രതല പരപ്പളവ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ചിത്രം നോക്ക്. നമുക്ക് ഈ ബീക്കറിനെ എ എന്നും ഈ ബീക്കറിനെ ബി എന്നും വിളിക്കാം. ഇതിനെ എ എന്നും ബി എന്നും വിളിക്കാം. അപ്പോൾ ആദ്യത്തെ എ ബീക്കറിൽ ഡൈലൂട്ട് HCl-ഉം പീസ് ഓഫ് മാർബിളിൻ്റെ കഷ്ണവുമാണുള്ളത്. രണ്ടാമത്തെ ബീക്കർ ബി എന്ന് പറയുന്ന ബീക്കറിൽ ഡൈലൂട്ട് HCl, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും പൗഡേർഡ് മാർബിൾ പൊടിച്ചതുമാണ് കാണാൻ സാധിക്കുന്നത്. ഈ കെമിക്കൽ റിയാക്ഷൻ, ഈ രാസപ്രവർത്തനത്തിലുള്ള അഭികാര്യങ്ങൾ ആരൊക്കെയാണ്? റിയാക്റ്റൻ്റ് ഏതൊക്കെയാണ്? എയിലുള്ളത് ഡൈലൂട്ട് HCl, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും പീസ് ഓഫ് മാർബിളിൻ്റെ കഷ്ണമാണ്. ബിയിലുള്ളത് എന്തൊക്കെയാണ്? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും അതുപോലെ തന്നെ മാർബിൾ പൊടിച്ചതും പൗഡേർഡ് മാർബിളുമാണ് ഉള്ളത്. അവയുടെ ഭൗതിക അവസ്ഥ എന്താണ്? വാട്ട് ആർ ദെയർ ഫിസിക്കൽ സ്റ്റേറ്റ്? എയിലുള്ള മാർബിൾ എന്ന് പറഞ്ഞാൽ ഒരു കഷ്ണമാണ്, ഒരു പീസാണ് അല്ലേ. ബിയിലുള്ള മാർബിൾ എന്ന് പറയുന്നത് എന്താണ്? പൊടിച്ചതാണ്. പൗഡേർഡ് മാർബിളാണ് ബിയിലുള്ളത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കെമിക്കൽ ഇക്വേഷൻ, രാസസമവാക്യം എങ്ങനെയാണെന്ന് നോക്കാം. CaCO3, മാർബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? കാൽഷ്യം കാർബണേറ്റ് ആണ്. CaCO3 സോളിഡ് ഫോമിൽ പ്ലസ് 2HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗീവ്സ് CaCl2 കാൽഷ്യം ക്ലോറൈഡ് പ്ലസ് H2O വാട്ടർ പ്ലസ് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ ഇവിടെ ഉണ്ടായ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? കാൽഷ്യം ക്ലോറൈഡ്, വാട്ടർ, കാർബൺ ഡയോക്സൈഡ്. മേളിൽ തന്നിരിക്കുന്ന എക്സ്പെരിമെൻ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ചിത്രത്തിലുള്ള എക്സ്പെരിമെൻ്റാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ തുല്യ മാസമുള്ള മാർബിളിൻ്റെ പീസ്, മാർബിളിൻ്റെ കഷ്ണവും പൗഡേർഡ് മാർബിളും, പൊടിച്ച മാർബിൾ പൊടിയും എടുക്കുക. അതിലേക്ക് ഡൈല്യൂട്ട് HCl, ഒരേ തുല്യ വ്യാപ്തമുള്ള നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഒരേ കോൺസെൻട്രേഷനുള്ള, ഒരേ ഗാഢതയുള്ളതും ആഡ് ചെയ്യുക. എന്നിട്ട് ഈസ് ദി റേറ്റ് ഓഫ് റിയാക്ഷൻ ദി സെയിം ഇൻ ബോത്ത് ബീക്കേഴ്സ്? രാസപ്രവർത്തന വേഗം രണ്ട് ബീക്കറിലും ഒരുപോലെയാണോ? അല്ല, രണ്ട് ബീക്കറിലും പ്രതികരണ നിരക്ക് ഒരുപോലെയല്ല. പൊടിച്ച മാർബിൾ, പൗഡേർഡ് മാർബിളാണ് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത് കമ്പയർഡ് ടു മാർബിൾ കഷ്ണം ഇട്ടതിനേക്കാളും പൊടിച്ച് മാർബിൾ ഇട്ട ബീക്കറാണ് പെട്ടെന്ന് റിയാക്ഷൻ നടത്തുന്നത്. ഈസ് ദി സർഫസ് ഏരിയ ഓഫ് ദി മാർബിൾ ഈക്വൽ? മാർബിളിൻ്റെ പ്രതല പരപ്പളവ് സർഫസ് ഏരിയ തുല്യമാണോ? അല്ല. ദി സർഫസ് ഏരിയ ഓഫ് ദി പൗഡേർഡ് മാർബിൾ ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ദി പീസ് ഓഫ് മാർബിൾ. പൊടിച്ച മാർബിൾ കഷ്ണത്തിൻ്റെ പ്രതല പരപ്പളവാണ് കൂടുതൽ ഏതിനേക്കാളും? മാർബിൾ കഷ്ണത്തെക്കാളും. പ്രതല പരപ്പളവ് കൂടുമ്പോൾ അഭികാരക തന്മാത്രകൾ തമ്മിലുള്ള കൂട്ടിമുട്ടൽ നിരക്കിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? വാട്ട് ചേഞ്ച് ഒക്കേഴ്സ് ഇൻ ദി റേറ്റ് ഓഫ് കൊളീഷൻ ബിറ്റ്വീൻ ദി റിയാക്റ്റന്റ് മോളിക്യൂൾസ് ആസ് ദി സർഫസ് ഏരിയ ഇൻക്രീസസ്? അപ്പോൾ സർഫസ് ഏരിയ, പ്രതല പരപ്പളവ് കൂടുമ്പോൾ
റിയാക്റ്റൻ്റ് മോളിക്യൂൾ അഭികാരിക തന്മാത്രകൾ കൂടുതലായിട്ട് കൂട്ടിമുട്ടുന്നു, അങ്ങനെയാണ് ഉൽപ്പന്നം ഉണ്ടാകുന്നത്. അപ്പോൾ സർഫസ് ഏരിയ കൂടുതലാണെങ്കിൽ ആസിഡ് മോളിക്യൂൾസ് കൂടുതലായിട്ട് മാർബിളുമായിട്ട് കൂടിച്ചേരുവാൻ സഹായിക്കുന്നു. What is the change in the rate of reaction if the marble pieces are ground to fine powder? മാർബിൾ തരികളെ അതിസൂക്ഷ്മമായി പൊടിക്കുകയാണെങ്കിൽ പ്രവർത്തന വേഗത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? മാർബിൾ കഷ്ണങ്ങൾ പൊടിക്കുകയാണെങ്കിൽ പ്രതല പരപ്പളവ് കൂടുന്നതിനാൽ പ്രതികരണ നിരക്ക് റേറ്റ് ഓഫ് റിയാക്ഷൻ രാസപ്രവർത്തനം വേഗത്തിൽ നടക്കുന്നു. When the marble pieces are ground to fine powder, the rate of reaction increases significantly due to increased surface area. പ്രതല പരപ്പളവ് കൂടുകയാണെങ്കിൽ രാസപ്രവർത്തന വേഗം വളരെ കൂടുതലായിട്ട് തന്നെ നടക്കും. ഇപ്പോൾ സർഫസ് ഏരിയ ഇസ് ദി മെയിൻ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ദി റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻവോൾവിങ് സോളിഡ്സ്. കരവസ്തുക്കൾ ഉൾപ്പെട്ട രാസപ്രവർത്തനങ്ങളെ വേഗത്തിൽ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് പ്രതല പരപ്പളവ്, സർഫസ് ഏരിയ എന്ന് പറയുന്നത്. When substance are broke down into smaller pieces or powder, the surface area increases. അപ്പോൾ നമ്മളൊരു സബ്സ്റ്റൻസിനെ നമ്മൾ പൊടിക്കുകയാണെങ്കിൽ, അത് ചെറിയ ചെറിയ പീസുകളാക്കുകയാണെങ്കിൽ പ്രതല പരപ്പളവ് കൂടുകയും അത് കാരണം മോളിക്യൂൾസിൻ്റെ എണ്ണം, കൂട്ടിമുട്ടലിന് കാരണമാകുന്ന മോളിക്യൂൾസ് തന്മാത്രകളുടെ എണ്ണവും കൂടും. അങ്ങനെ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനും വർദ്ധിക്കും. രാസപ്രവർത്തന വേഗം വളരെ വേഗത്തിൽ തന്നെ നടക്കുകയും ചെയ്യും. നമ്മുടെ വീട്ടിലെ സാഹചര്യം തന്നെ നോക്കാം. നമ്മൾ വിറക് കഷ്ണങ്ങൾ തീ കത്തിക്കാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വലിയ വിറക് വെക്കുന്നതിനേക്കാളും കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ വെക്കുമ്പോഴല്ലേ പെട്ടെന്ന് കത്തുന്നത്. അതുപോലെ തന്നെ ഒരു രാസപ്രവർത്തനം വേഗത്തിൽ നടക്കുവാൻ പൊടി രൂപത്തിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസുകളോ ആക്കി അവയെ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന രാസപ്രവർത്തനം എന്തായിരിക്കും? വേഗത്തിലായിരിക്കും. കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് വളരെ കൂടുതലായിരിക്കും. കാരണം അവിടുത്തെ സർഫസ് ഏരിയ, പ്രതല പരപ്പളവ് വർദ്ധിക്കുകയും അത് കാരണം അഭികാര്യ തന്മാത്രകൾക്ക് കൂട്ടിമുട്ടുവാൻ അധിക ഇഫക്റ്റീവ് കൊളിഷൻ പെട്ടെന്ന് നടക്കുകയും അങ്ങനെ കൊളിഷൻ പെട്ടെന്ന് നടക്കുന്നതാണ് ഉൽപ്പന്നം വളരെ വേഗത്തിൽ തന്നെ കിട്ടുകയും ചെയ്യും. മേലത്തെ എക്സ്പെരിമെൻ്റ് പോലുള്ള ഒരു പരീക്ഷണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ടേക്ക് ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ 2 ടെസ്റ്റ് ട്യൂബ്. 2 ടെസ്റ്റ് ട്യൂബിലായിട്ട് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ഒരു കഷ്ണം മുട്ടത്തോട് ഇടുക. അതുപോലെ ആ മാസിലുള്ള മുട്ടത്തോട് പൊടിച്ചത് രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ഇട്ട് കൊടുക്കുക. ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ് ഇസ് ദി റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഫൗണ്ട് ടു ബി ഹയർ? ഏത് ടെസ്റ്റ് ട്യൂബിലാണ് രാസപ്രവർത്തനം വേഗം കൂടുതലായി കാണപ്പെടുന്നത്? പൊടിച്ച മുട്ടത്തോട് ഇട്ട ടെസ്റ്റ് ട്യൂബിലെ, പൗഡേർഡ് എക്സെൽ ഇട്ട ടെസ്റ്റ് ട്യൂബിലായിരിക്കും രാസപ്രവർത്തനം വേഗത്തിൽ നടക്കുന്നത്. അതുപോലെ തന്നെ എന്തായിരിക്കും കാരണം? അത് പൊടിച്ച മുട്ടത്തോടിന് സർഫസ് ഏരിയ, പ്രതല പരപ്പളവ് കൂടുതലാണ്. ആരെക്കാളിലും? മുട്ടത്തോടിൻ്റെ കഷ്ണത്തെക്കാളും കൂടുതലാണ്. അതെന്ത് സംഭവിക്കുന്നു? എഫക്റ്റീവ് കൊളിഷന് കാരണമാകുന്നു. കൂടുതൽ ആസിഡ് മോളിക്യൂൾസിന്, തന്മാത്രകൾക്ക് എക്സെല്ലുമായിട്ട്, മുട്ടത്തോടുമായിട്ട് സമ്പർക്കത്തിന് സാധിക്കുന്നു. അങ്ങനെ റിയാക്ഷൻ റേറ്റ്, രാസപ്രവർത്തനം വേഗത്തിൽ നടക്കാൻ കാരണമാകുന്നു. റൈറ്റ് ദി കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഹിയർ. ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം എഴുതാൻ പറഞ്ഞേക്കുക. CaCO3 കാൽഷ്യം കാർബണേറ്റ് പ്ലസ് 2HCl gives CaCl2 പ്ലസ് H2O പ്ലസ് CO2. കാൽഷ്യം കാർബണേറ്റ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് gives CaCl2 കാൽഷ്യം ക്ലോറൈഡ് പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡയോക്സൈഡ്. ഇതാണ് ഇവിടുത്തെ രാസസമവാക്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫയർ ക്രാക്കേഴ്സ് യൂസ്ഡ് ടു എൻറിച്ച് സെലിബ്രേഷൻസ് കണ്ടെയ്ൻ മഗ്നീഷ്യം. ആഘോഷവേളകൾക്ക് പൊലിമ കൂട്ടാൻ ഉപയോഗിക്കുന്ന പടക്കങ്ങളിൽ മഗ്നീഷ്യം ഉപയോഗിക്കുന്നുണ്ട്. മഗ്നീഷ്യം കത്തുമ്പോൾ മഗ്നീഷ്യം ഗീവ്സ് ഓഫ് എ റിച്ച് ഗ്ലോ വെൻ ഇറ്റ് ബേൺസ്. മഗ്നീഷ്യം കത്തുമ്പോൾ നല്ല തിളക്കമുണ്ടാകും. ഇവിടെ ഉപയോഗിക്കുന്നത് മഗ്നീഷ്യം പൊടിയാണ്. എന്തായിരിക്കും കാരണം? അപ്പോൾ പൗഡേർഡ് മഗ്നീഷ്യത്തിന്, പൊടിച്ച മഗ്നീഷ്യം ഉപയോഗിക്കുമ്പോൾ അവിടെ എന്തായിരിക്കും? സർഫസ് ഏരിയ, പ്രതല പരപ്പളവ് കൂടുതലായിരിക്കും. എന്തിനേക്കാളും? സോളിഡ് പീസ്, മഗ്നീഷ്യ കഷ്ണത്തെക്കാളും പ്രതല പരപ്പളവ് പൊടിച്ച മഗ്നീഷ്യത്തിന് കൂടുതലായതുകൊണ്ട് അതെന്താണ്? ഓക്സിജനുമായിട്ട്, വായുവിലുള്ള ഓക്സിജനുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു. പെട്ടെന്ന് വായുവിലുള്ള ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നല്ല തിളക്കമുള്ള, നല്ല പ്രകാശം
ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ടെമ്പറേച്ചർ, താപനില, ഒരു റിയാക്ഷൻ നോക്കാം നമുക്ക്. അമോണിയം ക്ലോറൈഡും NH4Cl സോഡിയം ഹൈഡ്രോക്സൈഡും കൂടെ പ്രവർത്തിക്കുന്ന ഒരു പരീക്ഷണം. എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഈ കോമ്പൗണ്ട്സുകൾ തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്നത്? താഴെ അതിൻ്റെ രാസസമവാക്യം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. സോഡിയം ക്ലോറൈഡ് NaCl കിട്ടും, H2O വാട്ടർ കിട്ടും, NH3 അമോണിയ എന്ന് പറയുന്ന ഒരു ഗ്യാസും ഇവ രണ്ടുപേരും കൂടെ പ്രവർത്തിച്ചാൽ റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. അത് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് പരീക്ഷണം ചെയ്ത് നോക്കാം. ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് 2 ml അമോണിയം ക്ലോറൈഡ് NH4 സൊല്യൂഷൻ എടുക്കുക. അതിലേക്ക് വേറൊരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിരിക്കുന്ന സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ 2 ml അത് ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്ന് എക്സാമിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുക. എന്താണ് നമുക്ക് കിട്ടുന്നത്? അമോണിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ പ്രവർത്തിച്ചാൽ കിട്ടുന്നത് NaCl സോഡിയം ക്ലോറൈഡ്, H2O വാട്ടർ ആൻഡ് അമോണിയ ഗ്യാസ് NH3 ഗ്യാസ് ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ആ ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്തിൻ്റെ അവിടെ, വായുടെ അവിടത്തേക്ക് വരുന്ന എയർ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ അടുത്തോട്ട്, ഈ പിക്ചറിൽ കാണിച്ചു വെക്കുന്ന പോലെ നമ്മുടെ മൂക്കിൻ്റെ അടുത്തോട്ട് വേവ് ചെയ്താൽ, കൈ വീശിയാൽ നമുക്കൊരു സ്മെൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആ സ്മെല്ലാണ് അമോണിയ വാതകത്തിൻ്റെ ആ ഒരു ഗന്ധമാണ് നമുക്ക് സ്മെല്ല് ചെയ്യാൻ, ശ്വസിക്കാൻ അല്ലെങ്കിൽ അനുഭവപ്പെടുന്നത്. എന്നിട്ട് പിന്നെ ഈ ടെസ്റ്റ് ട്യൂബ് തന്നെ ഹീറ്റ് ചെയ്യുക, ചൂടാക്കുക. എന്നിട്ട് ആ സ്മെല്ല് ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ അമോണിയയുടെ സ്മെല്ല് നമുക്ക് ശ്വസിക്കാൻ കഴിയും. ഇത് പഞ്ചൻ്റ് സ്മെൽ ഓഫ് അമോണിയ ഈസ് ഒബ്റ്റെയിൻഡ്. അമോണിയയുടെ രൂക്ഷഗന്ധമാണ് നമുക്ക് അപ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ, താപനില കൂടുന്നതനുസരിച്ച് റേറ്റ് ഓഫ് റിയാക്ഷൻ, രാസപ്രവർത്തന വേഗവും കൂടും. രാസപ്രവർത്തനത്തിൽ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന അഭികാര്യങ്ങൾ അല്ലെങ്കിൽ റിയാക്റ്റൻസിന് ഒരു ഉൽപ്പന്നമായി മാറണമെങ്കിൽ, പ്രൊഡക്റ്റായി കൺവേർട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് ഒരു നിശ്ചിത അളവിൽ സേർട്ടൺ എമൗണ്ടിൽ ഗതികോർജം, കൈനറ്റിക് എനർജി ആവശ്യമാണ്. ഈ എനർജിയാണ് ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റിയാക്റ്റൻസ്, അഭികാര്യങ്ങൾ ഹീറ്റ് ചെയ്യുമ്പോൾ, ചൂടാക്കുമ്പോൾ നമ്മുടെ പാർട്ടിക്കിൾസിലെ കൈനറ്റിക് എനർജി, കണികകളുടെ ഗതികോർജം കൂടുന്നു. അങ്ങനെ ടെമ്പറേച്ചർ കൂടുമ്പോൾ, താപനില കൂടുമ്പോൾ നമ്മളുടെ ത്രെഷോൾഡ് എനർജി കൈവരിച്ച കണികളുടെ എണ്ണവും കൂടുന്നു. ത്രെഷോൾഡ് എനർജി കൈവരിച്ച പാർട്ടിക്കിൾസിൻ്റെ നമ്പറും കൂടുന്നു. അത് കാരണമായി അഭികാര്യങ്ങളിലെ തന്മാത്രകളിൽ കൂട്ടിമുട്ടലുകളുടെ എണ്ണം കൂടുന്നു. എഫക്റ്റീവ് കൊളിഷൻ കൂടുന്നു. എഫക്റ്റീവ് കൊളിഷൻ ഉണ്ടായാലേ ഉൽപ്പന്നം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എഫക്റ്റീവ് കൊളിഷൻ, കൂട്ടിമുട്ടലുകളുടെ എണ്ണം വർദ്ധിക്കുകയും അങ്ങനെ രാസപ്രവർത്തനം വേഗത്തിലാവുകയും ചെയ്യുന്നു. റേറ്റ് ഓഫ് റിയാക്ഷന് വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ താഴത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി പ്രൊസീജിയർ ഫോർ ദി കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ sodium thiosulfate Na2H2O3 and hydrochloric acid HCl is given below. Identify the factors that affects the rate of chemical reaction by doing the experiment. സോഡിയം തയോസൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള രാസപ്രവർത്തന ക്രമം ചുവടെ നൽകിയിരിക്കുന്നു. പരീക്ഷണത്തിലൂടെ രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏതെന്ന് തിരിച്ചറിയുക. ഒരു ബീക്കറിൽ സോഡിയം തയോസൾഫേറ്റ് നേർപ്പിച്ച ലൈനി തയ്യാറാക്കുക. ഈ ലൈനി തുല്യ അളവിൽ, ഈക്വൽ എമൗണ്ടിൽ 2 ടെസ്റ്റ് ട്യൂബുകളിലായിട്ട് മാറ്റുക. ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പസമയം കഴിഞ്ഞ് ചൂടാക്കുക. 2 ടെസ്റ്റ് ട്യൂബുകളിൽ ഒരേ അളവിൽ നേർപ്പിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡും ഒഴിക്കുക. അപ്പം നമ്മുടെ ഒബ്സർവേഷൻ എന്താണ്, നിരീക്ഷണം എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ് ഡിഡ് ദി പ്രിസിപിറ്റേറ്റ് ഫോം ക്വിക്ക്ലി? ഏത് ടെസ്റ്റ് ട്യൂബിലായിരിക്കും വേഗത്തിൽ അവഷ്പദം രൂപപ്പെടുന്നത്? ഹീറ്റ് ചെയ്ത ടെസ്റ്റ് ട്യൂബിലായിരിക്കും, ചൂടാക്കിയ ടെസ്റ്റ് ട്യൂബിലായിരിക്കും എന്ത് അവഷ്പിതം, പ്രസിപിറ്റേറ്റ് പെട്ടെന്ന് രൂപപ്പെടുന്നത്. ഇവിടെ രാസപ്രവർത്തനത്തെ, റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? സ്വാധീനിച്ച ഘടകം ഏതാണ്? ടെമ്പറേച്ചർ, താപനിലയാണ് ഇവിടുത്തെ റിയാക്ഷനിൽ സ്വാധീനിച്ച ഫാക്ടർ, ഘടകമെന്ന് പറയുന്നത്. അഞ്ചാമത്തെ, ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ്, ഉൾപ്രേരകങ്ങളുടെ സ്വാധീനം. ഹാവ് യു ഹേർഡ് ഓഫ് ദി കോമ്പൗണ്ട് ഹൈഡ്രജൻ പെറോക്സൈഡ്? ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 എന്ന സംയുക്തത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ വീടുകളിലും ആശുപത്രിയിലുമൊക്കെ അണുനാശിനിയായി ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ജലലായനി ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ ഈ ഒരു ഡിസ്ഇൻഫെക്റ്റൻ്റ് ആയിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ അക്യൂസ് സൊല്യൂഷൻ ഉപയോഗിക്കാറുണ്ട്.
അതുപോലെ തന്നെ നമ്മൾ കോവിഡ് സമയത്തൊക്കെ സാനിറ്റൈസറായിട്ട് ഉപയോഗിച്ചത് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 ഉള്ള സാനിറ്റൈസർ ആയിരുന്നു. ഹൈഡ്രജൻ പെറോക്സൈഡ് ക്യാൻ ലിബറേറ്റ് ഓക്സിജൻ വെൻ ഇറ്റ് അണ്ടർഗോസ് ഡീകമ്പോസിഷൻ. വിഘടന രാസപ്രവർത്തനത്തിലൂടെ ഹൈഡ്രജൻ പെറോക്സൈഡിന് ഓക്സിജനെ ലിബറേറ്റ് ചെയ്യാൻ, ഓക്സിജനെ സ്വതന്ത്രമാക്കാൻ കഴിയും. അതിൻ്റെ രാസസമവാക്യമാണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത്. 2H2O2 gives 2H2O plus O2. ഇനി ഒരു ബോയിലിംഗ് ട്യൂബിലേക്ക് കുറച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 ഇടുക. എന്നിട്ട് അതിലേക്കൊരു ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക്, കത്തുന്ന ഒരു ചന്ദനത്തിരി കാണിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ലഭിക്കുന്ന ഓക്സിജൻ്റെ അളവ് നിമിത്തം ആ ചന്ദനത്തിരി, ഇൻസെൻസ് സ്റ്റിക്ക് കത്തുന്നതായി, കുറച്ചുകൂടെ രീതിയിൽ കത്തുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ആ ബോയിലിങ്ങിലേക്ക് ഇനി അല്പം മഗ്നീഷ്യം ഡയോക്സൈഡ് MnO2 ആഡ് ചെയ്യുക. എന്നിട്ട് പിന്നെയും ഒരു കത്തിച്ച ചന്ദനത്തിരി ആ ട്യൂബിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോഴേക്ക് നിരീക്ഷിക്കാൻ സാധിച്ചത് എന്താണ്? ചന്ദനത്തിരിയുടെ, ഇൻസെൻസ് സ്റ്റിക്കിൻ്റെ ജ്വലന വേഗം, സ്പീഡ് ഓഫ് കമ്പസ്റ്റന് വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാം. ഇപ്പോൾ MnO2 മാഗ്നീസ് ഡയോക്സൈഡ് ആ ബോയിലിംഗ് ട്യൂബിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിന് കാരണം എന്താണ്? അവിടെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ റേറ്റ്, ഡീകമ്പോസിഷൻ ചെയ്യാനുള്ള, വിഘടനിക്കാനുള്ള ആ റേറ്റ് വേഗം കൂടുകയും അങ്ങനെ മോർ ഓക്സിജൻ അവിടെ സ്വതന്ത്രമാക്കപ്പെടുകയും ചെയ്തു. മോർ ഓക്സിജൻ അവിടെ റിലീസാകുകയും ചെയ്തു. അതുകൊണ്ടാണ് അവിടെ പെട്ടെന്ന് നല്ല സ്പീഡിൽ, വേഗത്തിൽ ജ്വലിക്കുവാൻ, കമ്പസ്റ്റൻ ചെയ്യാൻ അവിടെ സാധിച്ചത്. അപ്പോൾ ഇവിടെ ഈ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗം, ഡീകമ്പോസിഷൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ആക്സിലറേറ്റ് ചെയ്ത് ഏത് പദാർത്ഥമാണ്? മാഗ്നീസ് ഡയോക്സൈഡ് കാരണമാണ് അവരുടെ വിഘടനം, രാസപ്രവർത്തനം നടക്കാൻ കാരണമായത്. വൺസ് ദി പ്രോസസ് ഈസ് കംപ്ലീറ്റ്, നമ്മൾ പ്രവർത്തനം പൂർത്തിയായ ശേഷം ലൈനിയെ ഒരു ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് നമ്മൾ അരിച്ചെടുക്കുകയാണെങ്കിൽ കിട്ടുന്ന ആ ഫിൽറ്റർ പേപ്പറിൽ അവശേഷിക്കുന്ന പദാർത്ഥം എന്താണ്? മാഗ്നീസ് ഡയോക്സൈഡ് തന്നെയാണ് ആ ഫിൽറ്റർ പേപ്പറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, നമ്മൾ കുറച്ച് നല്ല രീതിയിൽ അത് എക്സാമിൻ ചെയ്താൽ, പരിശോധിച്ച് നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ ഇട്ട് കൊടുത്ത അതേ അളവിലും ഗുണത്തിലും ഒരു മാറ്റവും ഉണ്ടായിരിക്കത്തില്ല. നമ്മൾ ഇട്ട് കൊടുത്ത ആ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും തന്നെയായിരിക്കും മാഗ്നീസ് ഡയോക്സൈഡ് നമുക്ക് ആ ഫിൽറ്റർ പേപ്പറിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു ഉൾപ്രേരകം അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് സബ്സ്റ്റൻസസ് ദാറ്റ് ഇൻക്രീസ് ദി റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ വിത്തൗട്ട് ദംസെൽവ്സ് അണ്ടർഗോയിങ് എനി പെർമനൻറ്റ് കെമിക്കൽ ചേഞ്ച് ആർ കോൾഡ് കാറ്റലിസ്റ്റ്. സ്ഥിരമായ രാസമാറ്റത്തിന് സ്വയം വിധേയമാകാതെ രാസപ്രവർത്തന വേഗം വർദ്ധിപ്പിക്കുന്ന പദാർത്ഥങ്ങളെ ഉൾപ്രേരകങ്ങൾ, കാറ്റലിസ്റ്റ് എന്ന് പറയുന്നു. ഇവിടെ എന്താണ് ഉൾപ്രേരകങ്ങൾ? കാറ്റലിസ്റ്റ് എന്ന പദാർത്ഥം എന്തേ ചെയ്യത്തുള്ളൂ? കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തന വേഗം കൂട്ടുകയുള്ളൂ. അവർക്ക് ഒരു ചേഞ്ചസും അവർക്ക് ഉണ്ടാവുകയില്ല. അവർ എത്രമാത്രം നമ്മൾ ഉപയോഗിക്കുന്നോ അത്രമാത്രം അവസാനം നമ്മൾ ഫിൽറ്റർ ചെയ്തെടുത്താലും കാണപ്പെടും. അവരുടെ ഗുണത്തിനോ ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ അവരുടെ അളവിലോ ഒരു വ്യത്യാസം വരത്തില്ല. പക്ഷെ അവർ എന്തു ചെയ്യും? രാസപ്രവർത്തനത്തെ വേഗത്തിലാക്കുവാൻ സഹായിക്കും. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷന് വേണ്ടി വിഘടനത്തിൽ മാഗ്നീസ് ഡയോക്സൈഡ് ആണ് കാറ്റലിസ്റ്റായിട്ട്, ഉൾപ്രേരകമായിട്ട് ഉപയോഗിച്ചത്. ചുവടെ വേറെ രാസപ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഉൾപ്രേരകങ്ങൾ, കാറ്റലിസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. മാനുഫാക്ചർ ഓഫ് അമോണിയ ബൈ ഹേബർ പ്രോസസ്സ്. ഹേബർ പ്രക്രിയ വഴിയുള്ള അമോണിയയുടെ വ്യവസായ നിർമ്മാണത്തിൽ അവിടെ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന Fe, അയൺ ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ബൈ കോണ്ടാക്ട് പ്രോസസ്സ്. സമ്പർക്ക പ്രക്രിയ വഴിയുള്ള സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യവസായിക നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് V2O5, വനേഡിയം പെൻറ്റോക്സൈഡ് എന്ന് പറയുന്ന ഉൾപ്രേരകമാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ ഈ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ റിവേഴ്സിബിൾ റിയാക്ഷനാണ്. ഉഭയദിശ പ്രവർത്തനത്തെ സൂചിപ്പിക്കാനാണ് ഈ ചിഹ്നം ഉപയോഗിക്കുന്നത്. In addition to nature, concentration and surface area of the reactants, temperature and the presence of catalyst also influence the rate of chemical reaction. അപ്പോൾ ഒരു രാസപ്രവർത്തന വേഗത്തെ ബാധിക്കുന്ന, സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നേച്ചർ ഓഫ് ദി റിയാക്റ്റൻസ്, കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻസ്, അഭികാര്യങ്ങളുടെ സ്വഭാവം, അഭികാര്യങ്ങളുടെ ഗാഢത, പ്രതല പരപ്പളവ്, സർഫസ് ഏരിയ ഓഫ് ദി റിയാക്റ്റൻസ്, കൂടാതെ ആരൊക്കെയുണ്ട്? ടെമ്പറേച്ചർ, താപനിലയും, അതുപോലെ തന്നെ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്,
ഉൾപ്രേരകങ്ങളുടെ സാന്നിധ്യവും രാസപ്രവർത്തനത്തിൻ്റെ വേഗത്തെ സ്വാധീനിക്കുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. കാറ്റലിസിസ് ഇൻ നേച്ചർ, ഉൾപ്രേരണകൾ പ്രകൃതിയിൽ. അപ്പോൾ മെനി കാറ്റലറ്റിക് പ്രോസസ് ഒക്കർ ഇൻ നേച്ചർ, പ്രകൃതിയിൽ പല ഉൾപ്രേരണ പ്രക്രിയകളും സംഭവിക്കുന്നുണ്ട്. ജീവനുള്ള ഓരോ കോശത്തിലും ഇൻ എവരി ലിവിങ് സെല്ല് തൗസൻഡ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, ആയിരക്കണക്കിന് രാസപ്രവർത്തനങ്ങൾ സാധാരണ താപനിലയിലും ഒക്കർ അറ്റ് നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, സാധാരണ താപനിലയിലും മർദ്ദത്തിലും സംഭവിക്കുന്നു. ഈ കെമിക്കൽ റിയാക്ഷനെ, ഈ രാസപ്രവർത്തനങ്ങളെയെല്ലാം വേഗത്തിലാക്കുന്ന, ആക്സിലറേറ്റ് ചെയ്യുന്നത് പ്രോട്ടീൻ മോളിക്യൂൾസാണ്, പ്രോട്ടീൻ തന്മാത്രകളാണ്. ഇവയെ വിളിക്കുന്നതാണ് എൻസൈമുകൾ എന്ന്, എൻസൈംസ് എന്ന്. ഹെൻസ് ദേ ആർ കാറ്റലിസ്റ്റ്. അതുകൊണ്ട് തന്നെ അവരെ ഉൾപ്രേരകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഉദാഹരണമായി ഫോർ എക്സാമ്പിൾ അമിലേസ് ഫൗണ്ട് ഇൻ സലൈവ, ഉമിനീരിൽ കാണപ്പെടുന്ന അമിലേസ് അന്നജത്തെ സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈമാണ്. സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന ഒരു എൻസൈമാണ് സലൈവയിൽ കാണപ്പെടുന്ന അമിലേസ്. ഉമിനീരിൽ കാണപ്പെടുന്ന അമിലേസ് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.